വളരെ പ്രധാനപ്പെട്ട അഭിമാനകരമായ ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഏവർക്കും താല്പര്യമുളവാക്കുന്നവയാണ്. പ്രധാനമായും രണ്ട് പ്രവൃത്തികളാണ്, രണ്ട് പരിപാടികളാണ് ഈ യോഗത്തിൽ നടക്കാൻ പോകുന്നത്. ഒന്ന്, ഇക്കൊല്ലത്തെ പരീക്ഷിത്ത് തമ്പുരാൻ പുരസ്കാരം, അതിനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും യോഗ്യനായ ഒരു ജേതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ ജേതാവിൻ്റെ കൈകളിൽ ഈ കൊല്ലത്തെ പുരസ്കാരം സമർപ്പിക്കുക എന്നതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഈ സ്ഥാപനം തന്നെയും പൈതൃക പഠന കേന്ദ്രമാണ്. ഓരോ തരത്തിലുള്ള പൈതൃകങ്ങൾ പഠിച്ച് അത് പിൻതലമുറയ്ക്ക് ലഭ്യമാക്കുക എന്നതാണ് പൈതൃക പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തന പരിപാടി. കഴിഞ്ഞ ഏതാണ്ട് 2000 വർഷങ്ങളായി, 20 നൂറ്റാണ്ടുകളായി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ചില രേഖകളുടെ പൈതൃകത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം പൈതൃക പഠന കേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനം. ഈ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്നത്. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും ഈ പുരസ്കാരം അതിൻ്റെ ജേതാവിന് സമർപ്പിക്കുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ്. സാധാരണ മന്ത്രിമാർ അവരുടെ പ്രവർത്തന രീതി, അവരുടെ പരിപാടികൾ, ഇതൊക്കെ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം. എന്നാൽ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ ഇടപെടുന്ന പല കാര്യങ്ങളുടെയും ഉള്ളുതള്ളി വരെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നേരിട്ട് സജീവമായി പങ്കെടുക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പുരസ്കാര ജേതാവായ ധർമ്മരാജ് അഡാട്ടിൻ്റെ ഈ കൃതിയെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മന്ത്രിക്ക് അത് പറയാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ ഒരാൾ ഒരു പുരസ്കാരം സമർപ്പിക്കുമ്പോൾ അതിനുള്ള വില വളരെ വളരെ ഇരട്ടിയായി തീരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ സജി ചെറിയാൻ അവർകളെ ഞാൻ എത്രയും വണക്കത്തോടുകൂടി, എത്രയും ആദരവോടുകൂടി, എത്രയും താല്പര്യപൂർവ്വം ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കേണ്ട ആൾ ശ്രീ അനൂപ് ജേക്കബാണ്. പിറവം MLA ആയിട്ടുള്ള, ജനപ്രതിനിധിയായിട്ടുള്ള അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബും ഇതേ തരത്തിലുള്ള കാര്യങ്ങളിൽ നേരിട്ടിടപെട്ട് സംസാരിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മറ്റ് ചില
കാര്യങ്ങൾ വന്നുപെട്ടതുകൊണ്ട് തൽക്കാലം ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ അദ്ദേഹം വന്നു ചേരും. അദ്ദേഹം വന്നു ചേർന്നാൽ ഉടനെ തന്നെ അദ്ദേഹം ഇതിൻ്റെ ആധ്യക്ഷം ഏറ്റെടുക്കുകയും ചെയ്യും. അതുവരെ താൽക്കാലികമായി ഇത് പ്രൊഫസർ ശ്രീ ബാലൻ ഒരു താൽക്കാലിക അധ്യക്ഷനായി ഈ യോഗത്തിൽ, അധ്യക്ഷനില്ലാ സഭ എന്ന് പറയരുത് എന്നുള്ളത് കൊണ്ടാണ് അധ്യക്ഷനായി ശ്രീ ബാലൻ മാഷെ ഞാൻ ഈ യോഗത്തിലെ അധ്യക്ഷനായിട്ട്, ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുരസ്കാരം ഇവിടെ ഏറ്റുവാങ്ങാൻ അതിൻ്റെ ജേതാവായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കെൻ്റെ ബാല്യം തിരിച്ചു കിട്ടുകയാണ്. എനിക്കെൻ്റെ ചെറിയ കാലം, ചെറിയ യുഗം, ചെറിയ യുവത്വം തിരിച്ചു കിട്ടുകയാണ്. ഞാനൊരു യുവാവായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ചരിത്ര വകുപ്പിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഞങ്ങളുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ധർമ്മരാജ് അടാട്ട് MS മേനോൻ്റെയും മുണിത്തിരിയുടെയും ക്ലാസ്സിലിരിക്കുന്നുണ്ടാവും. ധർമ്മരാജ് അടാട്ട് ആ കാലത്ത് തന്നെ ചരിത്ര വകുപ്പിൻ്റെയും മലയാളം വകുപ്പിൻ്റെയും സംസ്കൃത വകുപ്പിൻ്റെയും ഒക്കെ പ്രത്യേക ശ്രദ്ധ പതിയുന്ന ഒരാളായിരുന്നു. സംസ്കൃത വകുപ്പ് പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ഇപ്പോൾ അങ്ങനത്തെ വകുപ്പുകളില്ലാതായി തീർന്നിരിക്കുന്നു. യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ചെന്ന് ഇടപെടാനുള്ള ശേഷിയുള്ള വകുപ്പുകൾ ഇന്ന് വളരെ വളരെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. അന്ന് അങ്ങനെയല്ല. അന്ന് സംസ്കൃത വകുപ്പ്, സംസ്കൃതത്തിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും സംസ്കൃത വകുപ്പ് അതിൽ ചെന്ന് ഇടപെട്ടിരിക്കും. അങ്ങനെ ഇടപെടുമ്പോൾ MS മേനോനോടൊപ്പം ഒപ്പത്തിനൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജനപ്രതിനിധി ശ്രീ അനൂപ് ജേക്കബ് നമ്മളെ ഇടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യം. അപ്പം ഇങ്ങനെ സന്തോഷം കരകവിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ധർമ്മരാജ് അടാട്ട് ആ കാലം മുതൽക്ക് തന്നെ പണ്ഡിത ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ആ കാലത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന ഒരു സമീപന രീതി, വസ്തുതകളോടുള്ള സമീപന രീതി, ഭൗതിക ആസ്പദമായ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ സാധ്യതകളും വിശദീകരിക്കുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു. മാർക്സിസ്റ്റ് സമ്പ്രദായം എന്നൊക്കെ അതിനെ ഭാഗികമായി വിശേഷിപ്പിക്കുമെങ്കിലും മാർക്സ് മാത്രമല്ല, ഭൗതികവാദത്തിൻ്റെ, ഭൗതിക സിദ്ധാന്തത്തിൻ്റെ ആചാര്യൻ എന്നത് കാറൽ മാർക്സ് ആണെന്നാണ് നമ്മളുടെയൊക്കെ വിചാരം. പക്ഷേ കാറൽ മാർക്സിൻ്റെ കാലത്തിനും ഏതാണ്ട് ഒരു 800 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഗുപ്ത രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇതിൻ്റെ ചില ആചാര്യന്മാരുണ്ടായിരുന്നു. ആ ആചാര്യന്മാരുടെ ലോകവീക്ഷണവും പ്രപഞ്ച ദർശനവും അവരുടെ വ്യാഖ്യാന രീതികളും എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ധർമ്മരാജ് അടാട്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ധർമ്മരാജ് അടാട്ടിനെ ഈ രംഗത്തേക്ക് ആനയിക്കുന്നത് പ്രൊഫസർ MS മേനോനെ പോലെയുള്ള ഒരു ശ്രദ്ധേയനായ പണ്ഡിതനുമാണ്. MS മേനോനെ പോലെ ഉള്ള ഒരാളുടെ കീഴിൽ പഠിച്ച ഒരാൾക്ക് ധർമ്മരാജ് അടാട്ടിനെ പോലെ അല്ലാതെ ആവാൻ വയ്യ. അത്രയും ശേഷി തികഞ്ഞ ഒരു ആചാര്യനായിരുന്നു MS മേനോൻ. അദ്ദേഹത്തിൻ്റെ തന്നെ പിൻഗാമിയായി വന്ന NVP ഉണിത്തിരിയാണെങ്കിലും അതേമാതിരി ഒരു ധിഷണാചാരിയായിരുന്നു. ഇവരെല്ലാം ചെയ്തു വെച്ച ചില പ്രവൃത്തികളുടെ ഫലമായിട്ടാണ്
നമുക്ക് നമ്മുടെ പല ഭാരതീയ ആദർശങ്ങളെയും ആശയങ്ങളെയും ഇന്ന് നാം കാണുന്ന രീതിയിൽ അതിൻ്റെ നവീനമായ അർത്ഥസാധ്യതകളോടുകൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് തെറ്റ് വന്നാൽ പോലും ആ തെറ്റ് പോലും ശരിയായിത്തീരുന്ന ഒരു അവസ്ഥ സംസ്കൃത ഭാഷയ്ക്ക് കൈവന്നു. ഉദാഹരണത്തിന് നമ്മളുടെ ഈ ക്ഷണക്കത്തിൽ ഒരു വല്ലാത്ത ഭേദം വന്നു പോയിട്ടുണ്ട്. തെറ്റെന്ന് ഞാൻ പറയില്ല, ഒരു ഭേദം വന്നു പോയിട്ടുണ്ട്. ഖണ്ഡകൃതി എന്ന് എഴുതേണ്ടതിന് പകരം ഖണ്ഡാകൃതി എന്ന് എഴുതിപ്പോയിരിക്കുന്നു, എന്ന് അച്ചടിച്ചു പോയിരിക്കുന്നു. ഖണ്ഡകൃതി എന്നാണ് ഡോക്ടർ ധർമ്മരാജിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഖണ്ഡകൃതി എന്നാണ്. പക്ഷെ ഇവിടെ അടിച്ചു വന്നപ്പോഴത്തേക്ക് ഖണ്ഡാകൃതിയായി. മണിമുഴക്കം പോലെ മുഴങ്ങുന്ന ഒരു കൃതി, ആശയങ്ങളുള്ള ഒരു കൃതി എന്ന് വേണമെങ്കിൽ ഈ പേരിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ യാതൊരു വിഷമവും സംസ്കൃത ഭാഷയ്ക്കില്ല. അപ്പം ആ നിലയ്ക്ക് സംസ്കൃതത്തിൻ്റെ അർത്ഥസാധ്യത എന്നത് അനന്തമാണ്. സംസ്കൃതത്തിൻ്റെ അനന്തസാധ്യതയുള്ള ഈ അർത്ഥ നിഗമന ശേഷി ഉപയോഗിച്ചുകൊണ്ട് വളരെ നമ്മുടെ വൈദിക കൃതികളെ, നമ്മുടെ ദാർശനിക കൃതികളെ, നമ്മുടെ ഉപനിഷത്തുക്കളെ എല്ലാം വ്യാഖ്യാനിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിൻ്റെ കൃതികൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് നാം അദ്ദേഹത്തെ പുരസ്കാര ജേതാവായി തിരഞ്ഞെടുക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൈകളാൽ തന്നെ ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതും. ഇവിടെ ഡോക്ടർ സി ബാലൻ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, ചരിത്ര പണ്ഡിതൻ, ചരിത്രാധ്യാപകൻ, പൈതൃക പഠന കേന്ദ്രത്തിൻ്റെ ഒരു ഭരണാധികാരി എന്നീ നിലകളിൽ അദ്ദേഹം ഈ സ്ഥാപനത്തിന് നൽകുന്ന ഉദാരമായ സഹകരണങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനിൽ വള്ളത്തോൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലം വരെ കേരളത്തിലെ ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലറായിരുന്നു. വൈസ് ചാൻസലറായിരുന്നപ്പോഴും അതിനു മുമ്പ് ഭാഷാ പ്രൊഫസറായിരുന്നപ്പോഴും എല്ലാം അദ്ദേഹം ഭാഷയ്ക്കും ഭാഷാ ചിന്തയ്ക്കും ഭാഷാ പ്രവർത്തനങ്ങൾക്കും നൽകിയ സംഭാവനകൾ വിലമതിച്ചതാണ്. അനിൽ വള്ളത്തോൾ കുടുംബത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഒരർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ബാല്യം തിരിച്ചു കിട്ടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴും ഇവിടെ ഞാൻ സൂചിപ്പിച്ചു വരാത്തതുകൊണ്ടാണ്. നമ്മോടൊപ്പം നമ്മുടെ ഈ സഭയുടെ അധ്യക്ഷനായി ഇരിക്കുന്നത് ഈ ദേശത്തെ, ഈ നാട്ടിൻ്റെ ജനപ്രതിനിധിയായ ശ്രീ അനൂപ് ജേക്കബ് അവർകളാണ്. അനൂപ് ജേക്കബ് അവർകൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൈയയച്ച് സഹായം നൽകുന്ന ഒരാളാണ്. നമുക്ക് നമ്മുടെ പരിപാടികൾക്ക് എപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം നിൽക്കാൻ അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ തിരക്കുകളെല്ലാം ഇരുന്നാലും അദ്ദേഹം നമ്മളോടൊപ്പം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക്
സ്വാഗതം ചെയ്യുന്നു. ഈ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി രമ ജോസഫ് നമ്മോടൊപ്പമുണ്ട്. ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ട് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമതി രമ ജോസഫ് നമ്മളോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ജാഗ്രതയോടെ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ ശ്രീമതി രമ ജോസഫിന് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. ഇവിടുത്തെ രജിസ്ട്രാർ, ഇവിടുത്തെ ഭരണകാര്യങ്ങളുടെ ഒക്കെ മേൽനോട്ടം വഹിക്കുന്ന രജിസ്ട്രാർ ശ്രീ ശ്രീനാഥാണ് ഇവിടെ ഇന്ന് കൃതജ്ഞത അറിയിക്കുന്നത്. ശ്രീനാഥിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതെ, ഈ യോഗത്തിൽ സദസ്സിൽ ഭരണ സമിതിയുടെ അംഗങ്ങളായി പലരും അഷ്റഫ് കടക്കൽ പോലെയുള്ള സുബ്രഹ്മണ്യ പോലെയുള്ള അംഗങ്ങൾ ഇവിടെ താൽപ്പര്യപൂർവം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇവിടുത്തെ പൈതൃക പഠന കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ പഴയ രേഖകളുടെ ഒരു സമാഹാരമാണ്. ആ സമാഹാരം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് പ്രകാശനം ചെയ്യുന്നത് അർത്ഥവത്തായ ഒരു കാര്യമാണ്. കാരണം സംസ്കാരത്തിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്ന സംസ്കാരത്തിൻ്റെ, ചിന്തയുടെ, ഭാഷയുടെ, ലിപിയുടെ ഒക്കെ അടിസ്ഥാനമായ ചില വസ്തുതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. ആ ഗ്രന്ഥം ശ്രീ സജി ചെറിയാനെ പോലെയുള്ള ഒരു കാര്യജ്ഞാനമുള്ള ഒരു ആൾ തന്നെ പ്രകാശനം ചെയ്യുന്നു എന്നത് ഗ്രന്ഥത്തിൻ്റെ വില അല്പം കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വേദിയിൽ ഇന്ന് ഈ പരിപാടികളോടൊപ്പം എത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും സുബ്രഹ്മണ്യ മാഷ്, കെ എച്ച് സുബ്രഹ്മണ്യ മാഷെ പോലെയുള്ള പണ്ഡിതന്മാരും ഇവിടെയുണ്ട്. ഞാൻ പേര് പറഞ്ഞിരുന്നു. ഞാനിവിടെ പറയേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ സഹകരണം വളരെ വളരെ വിലപ്പെട്ടതാണ്. ആ സഹകരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഭംഗിയായി, ഇതുപോലെ ഉചിതമായി നടത്താൻ കഴിയുന്നത്. അവരുടെ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മുടെ ഈ യോഗത്തിൽ നന്ദി പറയുന്ന ശ്രീനാഥ് എന്ന ഇവിടുത്തെ രജിസ്ട്രാർ പ്രവർത്തിച്ചു പോരുന്നത്. പ്രോഗ്രാമിൻ്റെ ഇടയിലായതുകൊണ്ടാണ് വരാൻ സ്വല്പം വൈകിയത്. റെയിൽവേ
വികസനവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ, പിറവം നിയോജകമണ്ഡലത്തിലെ 3 റെയിൽവേ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുള്ള വികസന സദസ്സ് കോട്ടയം MP-യുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അത് പൂർണ്ണമായിട്ടില്ല. ഈ പരിപാടിയുടെ ഇടയിൽ വെച്ച് എനിക്ക് അങ്ങോട്ടും പോകേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമയം ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തേവരേന്ന് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ മുളന്തുരുത്തിയിൽ നിന്ന് വേഗം തിരിച്ചിങ്ങ് വരികയാണ് ഉണ്ടായത്. ഇന്ന് ഈ ഒരു പരിപാടി വളരെ അർത്ഥവത്തായ ഒരു ചടങ്ങ് ഇന്ന് നമ്മുടെ ഹിൽ പാലസ് ക്യാമ്പസിൽ ഇന്നിവിടെ നടത്തുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. എൻ്റെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ധർമ്മരാജ് സാർ, അദ്ദേഹത്തിനാണ് ഇന്ന് ഈ പുരസ്കാരം, പരിശുദ്ധ തമ്പുരാൻ പുരസ്കാരം എന്നിവിടെ നൽകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളെയാണ് ഈ അവാർഡിനായി പൈതൃക പഠന കേന്ദ്രം തിരഞ്ഞെടുക്കാറുള്ളത്. അതിൻ്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം ഈ അവാർഡിന് അർഹനായി ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി പറയാൻ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു ഡോക്ടർ ധർമ്മരാജ് സാർ എന്നുള്ളത്. ദീർഘകാല അനുഭവ സമ്പത്തും സാഹിത്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുമൊക്കെ ഇന്ന് അദ്ദേഹത്തെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായി മുമ്പോട്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിന് ഏറെ സന്തോഷം നൽകുന്നതും അതിൻ്റെ അകത്ത് കൂടുതൽ പ്രചോദനമാവുന്ന ഒന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും സംസ്കൃതിയും ഒക്കെ നിലനിർത്തി മുമ്പോട്ട് പോവുക എന്നത് അത് എളുപ്പമായ ഒന്നല്ല. അത് വലിയൊരു പ്രയത്നം അതിൻ്റെ ഭാഗമായി നിലകൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ലോകത്ത് എങ്ങോട്ട് നോക്കിയാൽ, നമ്മൾ ഏത് ജനവിഭാഗങ്ങളെ നോക്കിയാലും അവരവരുടെ പൈതൃകങ്ങളെ നിലനിർത്തുവാൻ ഓരോ ജനതകൾ അവരുടെ സമീപനങ്ങൾ, അവരുടെ ഇടപെടലുകൾ, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കുന്ന ഒന്നാണ്. ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡങ്ങളിലേക്ക് നോക്കിയാലും അവരവരുടെ പൈതൃകത്തെ എന്നും ഉയർത്തിപ്പിടിക്കും. നമ്മളും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. മലയാളിയുടെ സംസ്കാരത്തെയും നമ്മുടെ സംസ്കൃതിയെയും നമുക്ക് ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകാൻ കഴിയണം. നമ്മളുടെ സംസ്കാരം തന്നെ ഏറെ ലോകത്തുള്ള ഏത് ജനവിഭാഗങ്ങളോട് ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതുമാണ് നമ്മുടെ പൈതൃകം എന്നൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാവുക എന്നത് ആവശ്യമായ ഒന്നാണ്. ഇന്ന് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവിധ തലത്തിൽ ഇപ്പോൾ നമുക്ക് വിവിധ പദ്ധതികളിലൂടെ വിദേശ രാജ്യങ്ങളിലടക്കം ഇപ്പോൾ എനിക്ക് സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും അടക്കമൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സ്കീംസ് നടപ്പിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊതുവായ താല്പര്യങ്ങളെ മുൻനിർത്തി കൊണ്ടുവരുവാനുള്ള ഒരുപാട് പദ്ധതികളും പരിപാടികളും നടത്തപ്പെടുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തനതായ ആ സംസ്കാരത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനുള്ള അവസരങ്ങളായി അത് മാറുകയാണ്. ഇന്ന് ഇതുപോലെയുള്ള അവാർഡുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ അടിയിൽ 2009 ഈ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് അത് വിവിധ സന്ദർഭങ്ങളിൽ വിപുലീകരിച്ച് അത് മുമ്പോട്ട് വരികയാണ് ഉണ്ടായത്. ഇന്ന് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു പരിപാടി. ഇതിനു മുമ്പ് പരിശുദ്ധ തമ്പുരാൻ്റെ ഈ ഒരു പുരസ്കാര സമർപ്പണം ഈ ക്യാമ്പസിൽ വന്നത് ഞാൻ ഓർക്കുന്നില്ല. നേരത്തെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ അടുത്ത കാലങ്ങളിലൊന്നും വന്നാൽ ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ഒരു ക്യാമ്പസ് അതിനായി തിരഞ്ഞെടുത്തു എന്നതും ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ പുരസ്കാര സമർപ്പണ വേളയിൽ. തീർച്ചയായിട്ടും ഡോക്ടർ ധർമ്മരാജ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുവാൻ കഴിയുന്ന ഒന്നായി നിലകൊള്ളട്ടെ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്ന് ഇതിനുവേണ്ടി ഇതിൻ്റെ ഭാഗമായി നിന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട വ്യക്തികളെ ഞാൻ പ്രത്യേകമായി പുരസ്കാര നിർണയ സമിതിയെ ഞാൻ അവരുടെ ആ ഒരു തിരഞ്ഞെടുത്ത ഉചിതമായ വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായ മറ്റ് വാക്കുകളിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ വിവിധ തിരക്കുകളുടെ ഇടയിലാണ് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഒരു പരിപാടിയിൽ വരുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി വന്നതിലുള്ള സന്തോഷവും അറിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിലൊപ്പം തന്നെ ഫിഷറീസുമൊക്കെയായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ കേന്ദ്രീകൃതമായി നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതും തീരദേശ മേഖലയുടെ വികസനത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ നല്ല ഇടപെടലുകൾ ഈ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ആമ്പല്ലൂർ അടക്കമുള്ള പഞ്ചായത്തുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടായതുമൊക്കെ ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ള ഇടപെടൽ ഇനിയും ആവശ്യമാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. ഈ പരിപാടികൾക്ക് എല്ലാ നന്മകൾ നേർന്നുകൊണ്ട്
ഡോക്ടർ ധർമ്മരാജ് അടാട്ടിന് എല്ലാ ഭാവങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി സർ. ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗത്തിനുമായി ബഹുമാനപ്പെട്ട മത്സ്യബന്ധന, സാംസ്കാരിക, യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറിനെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള തൃപ്പൂണിത്തുറ നഗരസഭയുടെ ബഹുമാന്യ ചെയർപേഴ്സൺ ശ്രീമതി രമാ സന്തോഷ്, പ്രിയപ്പെട്ട തുഞ്ചത്തെഴുത്തച്ഛൻ മുൻ വൈസ് ചാൻസലർ ശ്രീ ഡോക്ടർ അനിൽ വള്ളത്തോൾ, ശ്രീ സി കെ ഷിബു, പ്രിയങ്കനായ ഡോക്ടർ സി ബാലൻ, കെ വി ശ്രീനാഥ്, നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ പുരസ്കാര ജേതാവ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് സാറ്, സദസ്സിലുള്ള മറ്റ് വിശിഷ്ടരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഏറെ പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് പൈതൃക പഠന കേന്ദ്രം. പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങളും നടത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടാണ് പഠന കേന്ദ്രം ആരംഭിച്ച് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ പഠന കേന്ദ്രം ഇന്ന് നടത്തുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സുകൾ, സെമിനാറുകൾ, പരിശീലന ക്ലാസുകൾ, വിവിധ പൈതൃക പഠന പദ്ധതികൾ, പൈതൃക വിഷയങ്ങളെ ആധാരമാക്കിയുള്ള പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയ അനവധി പ്രവർത്തികളാണ് നമ്മുടെ ഈ സ്ഥാപനം നടത്തുന്നത്. ഇതോടൊപ്പം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് പൈതൃക പഠന കേന്ദ്രം നൽകി വരുന്ന പരീക്ഷിത് പുരസ്കാരം. സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. ആധുനിക കൊച്ചിയുടെ ശില്പിയും അവസാനത്തെ കൊച്ചി മഹാരാജാവും പണ്ഡിത ശ്രേഷ്ഠനുമായിരുന്ന രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ്റെ നാമത്തിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2023 പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് എന്നറിയപ്പെടുന്ന PK ധർമ്മരാജിനെയാണ്.
ഈ സദസ്സിൻ്റെ മുന്നിൽ പ്രത്യേകമായ ഒരു മുഖവുര ആവശ്യമില്ലാത്ത ആളാണ് ധർമ്മരാജ അഡാട്ട് സാർ. എഴുത്തുകാരൻ, സംസ്കൃത പണ്ഡിതൻ, സംസ്കൃത ഭാഷാ വികസനത്തിനായി ആധികാരികമായ ഇടപെടലുകൾ നടത്തിയ വിദ്യാഭ്യാസ വിചക്ഷണൻ തുടങ്ങിയ നിലകളിൽ നമ്മുടെ വൈജ്ഞാനിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അർഹതപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നൽകിയ അംഗീകാരമാണ് ഈ പുരസ്കാരം. അതിന് ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു ധർമ്മരാജ അഡാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അധ്യാപകനും അദ്ദേഹം കുട്ടിയാണെന്ന് വിചാരിക്കും. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കും എൻ്റെ കൈ കൊണ്ട് ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് കോളേജിൽ വളരെ കൊച്ചനായിട്ടാണ് അധ്യാപകനായി വരുന്നത്, മാവേലിക്കര ബിഷപ്പ് കോളേജ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ക്ലാസ്സിൽ കയറത്തുള്ളായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും കയറിയ സമയത്താണെങ്കിലും അത് എന്നെ പഠിപ്പിച്ചു എന്നുള്ളൊരു സത്യമാണ്. നന്നായി പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ എന്ന നിലയിൽ വളരെ വേഗം കോളേജിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ, അധ്യാപകരുടെ ഇടയിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം പ്രസിദ്ധനായി. പ്രത്യേകിച്ച് സംസ്കൃതം മലയാള ഭാഷാരംഗത്തെ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ പ്രാധാന്യത്തോടെ എല്ലാവരും കേൾക്കാനും പങ്കെടുക്കാനും തയ്യാറായി. ഊർജ്ജസ്വലമായ ഒരു കാലയളവ്, ഞാനൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഒരു 10 വർഷത്തോളം ഊർജ്ജസ്വലമായ ഒരു കാലയളവായിരുന്നു ധർമ്മരാജ സാറിൻ്റെ നേതൃത്വത്തിൽ ബിഷമൂർ കോളേജിലെ അധ്യാപനം, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവന. പിന്നീടാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതും പിന്നെ ഈ മേഖലയിലേക്ക് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാനും പഠിക്കാനും മനസ്സിലായ ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇവിടെ നമ്മൾ കാണേണ്ടതൊരു വിഷയം, സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഷകളിലായ നിരവധി ലേഖനങ്ങളും 50-ലധികം പഠന ഗ്രന്ഥങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ കേരളവർമ്മ കോളേജ്, മാവേലിക്കര ബിഷമൂർ കോളേജ്, ഇവിടെ സംസ്കൃത മലയാള അധ്യാപകൻ എന്ന നിലയിലും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സാഹിത്യ വിഭാഗം അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ച ഡോക്ടർ അഡാട്ട്, തുടർന്ന് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായും വൈസ് ചാൻസലറുമായി പ്രവർത്തിച്ചു. വൈജ്ഞാനിക മേഖല അദ്ദേഹത്തിൻ്റെ സംഭാവന ഏറെ വലുതാണ്. വൈജ്ഞാനിക മേഖലയിൽ തങ്ങളുടെ അപകടകരമായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പലരും ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഒന്നൊന്നായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും യുക്തിക്കും പകരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പഠന വിഷയമാകുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുകയും യുക്തിഭദ്രമായ രീതിയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ശാസ്ത്രബോധത്തോടെ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് ധർമ്മരാജ സാറിന് ലഭിച്ചിട്ടുള്ളത്. മതനിരപേക്ഷ മൂല്യങ്ങൾ, ജനാധിപത്യ ബോധവും വളരെയേറെ സാംശീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മതനിരപേക്ഷ മൂല്യങ്ങളും ജനാധിപത്യ ആശയങ്ങളും തത്വങ്ങൾക്കും ഘടകവിരുദ്ധമായി മൂല്യബോധമില്ലാത്തവരായി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത്, വളരെയേറെ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാനും അവരെ നല്ല മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൽ പഠിപ്പിച്ചുയർത്താനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ പക്ഷപാതമില്ലാത്തതും വസ്തുനിഷ്ഠപരമായ ചരിത്രം വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ കാലത്ത് വക്രീകരിക്കപ്പെട്ട ചരിത്രം പഠിക്കാൻ സർക്കാരുകൾ തന്നെ മുൻകൈയെടുക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ വക്രീകരിക്കപ്പെട്ട ചരിത്രം പഠിക്കാൻ
ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളെ സംഘടിതമായി തന്നെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള അപകടകരമായ നീക്കങ്ങൾക്കെതിരെ അക്കാദമിക് സമൂഹം ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം എന്നാൽ പുരോഗമന സ്വഭാവമുള്ളതാണ്. ആ പുരോഗമന സ്വഭാവം ഇല്ലാത്ത വിദ്യാഭ്യാസം നാം പിന്തുടർന്നാൽ അടുത്ത ഒരു തലമുറ അപകടകരമായി ചിന്തിക്കുന്ന ഒരു തലമുറയായി മാറുമെന്ന വസ്തുത കൂടി നാം കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരമൊരു കാലത്ത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെ പോലെയുള്ള മതനിരപേക്ഷ പുരോഗമന ചിന്താഗതിക്കാരുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരിലൂടെ ആഴത്തിലുള്ള അറിവ് അത് പകർന്നു തരുവാൻ അവർ കഴിയും. ആ നിലയിൽ കൂടുതൽ അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല അക്കാദമിഷ്യന്മാരെ നമ്മുടെ നാടിന് ആവശ്യമായി വന്നിരിക്കുന്നൊരു കാലത്താണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ദീർഘമായ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് 6 മണിക്ക് ചേർത്തൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഇന്നത്തെ പരിപാടി തീർച്ചയായിട്ടും ഇവിടെ എത്തണം എന്നാഗ്രഹിച്ചത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട യോഗമുണ്ട്. പിന്നെ എൻ്റെ ഗുരുദാസന് ഒരു പുരസ്കാരം കൊടുക്കുക. ആ 2 പരിപാടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞാൻ എത്തിയത്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഡോക്ടർ M.R. രാഘവാരിയർ സാറ്, ഞാൻ മറ്റൊന്നും പറയല്ല കേട്ടോ, ഞാൻ മന്ത്രിയായതിനു ശേഷം ഇത്ര ദീക്ഷണാശാലിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര എളിമയുള്ള മാന്യതയുള്ള ഒരു ചരിത്രകാരനാണ് രാഘവാരിയർ സാർ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. സാറ് വന്ന് മുമ്പിൽ ഇരുന്നാൽ മുഖ്യമന്ത്രി അപ്പം തന്നെ വിളിച്ച് സ്റ്റേജിലിരുത്തും. അത്ര ബഹുമാനമാണ്, ഞങ്ങൾക്കെല്ലാം ബഹുമാനമാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ എന്താ പറയുക, താഴേ തലത്തിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അത്രമാത്രം ഉന്നതനായ ഒരു മനുഷ്യനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ജനറൽ. അദ്ദേഹം വളരെ ഭംഗിയായി ഈ സ്ഥാപനം തൻ്റെ ഈ പ്രായത്തിലും കൊണ്ടുപോകുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. അതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എല്ലാ ഭരണസമിതി അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്താൻ ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പിന്തുണയും തുടർന്നുമുണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ധർമ്മരാജ് സാറിന് എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു. എൻ്റെ പ്രിയ സഹോദരൻ, നിങ്ങളുടെ MLA, അദ്ദേഹം വരുമെന്ന് എനിക്കറിയായിരുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന MLA ആണ്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും മാന്യനായ അന്തസ്സുള്ള ഒരു ജനപ്രതിനിധിയാണ് അനൂപ് ജേക്കബ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു ഒരു തർക്കത്തിൻ്റെയും കാര്യമില്ല. അധികം ഒന്നും സംസാരിക്കത്തില്ല, പക്ഷെ പറയേണ്ടത് അദ്ദേഹം നന്നായി പറഞ്ഞ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ്. മികച്ച ഭരണാധികാരിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഞാൻ പ്രവർത്തനം പ്രവർത്തിച്ച ആളാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ തോറ്റില്ല, അത് വേറൊരു കാര്യം. പക്ഷേ ആ നിലപാടൊക്കെ ഉള്ളപ്പോഴും ഞാൻ നിയമസഭയിൽ കാണുന്ന പലരിൽ ഒരു മാന്യനായ ഒരു ജനപ്രതിനിധി, പിറവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധി, അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലും സാന്നിധ്യത്തിലും ഈ യോഗം നടത്തുന്നതും ഒരു സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ ആശംസകളും തരുന്നു. എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പുരസ്കാരം എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പൈതൃക പഠന കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള പരീക്ഷ തമ്പുരാൻ പുരസ്കാരം 2023 ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറിന് സമർപ്പിക്കുകയാണ്. 50,000 രൂപ പുരസ്കാര തുകയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെപ്പേടുകളായും ശിലാലിഖിതങ്ങളായും മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള പുരാരേഖകൾ സമാഹരിച്ച് പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോക്ടർ M.R. രാഘവാചാര്യർ സർ രചിച്ച് പഠനകേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന മലബാറിൻ്റെ രേഖാപൈതൃകം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണിനി. പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ MLA നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു.
ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, അധ്യക്ഷൻ ശ്രീ അനൂപ് ജേക്കബ് MLA, പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ ജനറൽ രാഘവ് വാര്യർ സാർ, ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ്, പുരസ്കാര ജേതാവ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാർ, ശ്രീ CK ഷിബു, ശ്രീ ബാലൻ മാസ്റ്റർ, ശ്രീ KV ശ്രീനാഥ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പരീക്ഷിത്ത് തമ്പുരാൻ പുരസ്കാരത്തിൻ്റെ പ്രാധാന്യം ഇവിടെ സ്വാഗത ഭാഷണത്തിലും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രഭാഷണത്തിലുമെല്ലാം വളരെ വിസ്തരിച്ച് പറയുകയുണ്ടായി. ഈ പുരസ്കാരത്തിന് ധർമ്മരാജ് അഡാട്ടിനെ നിശ്ചയിച്ചതിൻ്റെ പിന്നിൽ ഞാനടക്കമുള്ള ഒരു പുരസ്കാര നിർണയ സമിതി ഉണ്ടായിരുന്നു. ഡോക്ടർ KH സുബ്രഹ്മണ്യൻ സാറും അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്, ശ്രീമതി മുത്തുലക്ഷ്മി ടീച്ചറുമാണ് മറ്റ് 2 അംഗങ്ങൾ. ഐകകണ്ഠേനയാണ് ശ്രീ ധർമ്മരാജ് അഡാട്ടിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. പ്രശസ്ത പണ്ഡിതൻ കൂടിയായിരുന്ന രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ്റെ പേരിൽ ഇത്തരമൊരു പുരസ്കാരം ശ്രീ ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിന് നൽകുന്നത് എന്തുകൊണ്ടും സമീചീനമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്കൃത ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പരിപോഷണത്തിനായി നിർലോഭമായി പ്രയത്നിക്കുകയും മൗലികമായ ചിന്തകൾ ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈയിടെ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് വൈസ് ചാൻസലറായി വിരമിച്ച ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. വളരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഏറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ശ്രീ ധർമ്മരാജ് അക്കാദമിക മേഖലയിൽ ചില നേട്ടങ്ങൾ എത്തിപ്പിടിച്ചത്. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിൽ നിന്നും തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം എന്നിവിടങ്ങളിൽ നിന്ന് പടിപടിയായി BA MA ബിരുദങ്ങൾ കരസ്ഥമാക്കുകയും പിന്നീട് പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ NVP ഉണിത്തിരിയുടെ മാർഗനിർദ്ദേശത്തിൽ KN എഴുത്തച്ഛൻ്റെ കേരളോദയം മഹാകാവ്യത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് സമ്പാദിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു പ്രദേശമാണ് അഡാട്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലും പിന്നീട് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലുമെല്ലാം ദീർഘകാലം അധ്യാപകനായി ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം സംസ്കൃത കലാശാലയുടെ വൈസ് ചാൻസലറായി സംസ്കൃത ഭാഷാ പരിപോഷണത്തിനായി ഭരണനിർവഹണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ട് നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ അധ്യാപകൻ, സർവകലാശാല സാരഥി, സാഹിത്യ വിമർശകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ സംസ്കൃത ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പരിപോഷണത്തിനായി നടത്തിയിട്ടുള്ള സേവനങ്ങളാണ് അഡാട്ടിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. സംസ്കൃത പഠനം എന്നത്
കേവലം ഉപരിപ്ലവമായ ഒരു സാഹിത്യ വായനയായി മാറരുത് എന്ന ഉറച്ച നിശ്ചയമുള്ളൊരു വ്യക്തിയാണ് ശ്രീ ധർമ്മരാജ്. സംസ്കൃതത്തിലെ പുരാണേതിഹാസങ്ങൾക്കും വേദോപനിഷത്തുകൾക്കും വേറിട്ട ഒരു വായന എങ്ങനെ സാധ്യമാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ അക്കാദമിക കാലത്ത് ഉടനീളം ചിന്തിച്ചത്. മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ധാരണകൾ ആ കാഴ്ചയെ കൂടുതൽ മിഴിവുള്ളതാക്കി തീർത്തു. മാർക്സിസവും ഭഗവത്ഗീതയും ലോകായത ദർശനം, ഋഗ്വേദത്തിലെ സാഹിതീയ ദർശനം, ഉപനിഷത് ദർശനം ഒരു പുനർവിചാരം അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരുകളാണ്. ഋഗ്വേദത്തിൻ്റെ ദാർശനിക ഭൂമിക, ഭഗവത്ഗീതയും നവലോകക്രമവും, ഭാരതീയ പൈതൃകം വിശകലനവും വിമർശനവും, ശ്രീശങ്കരനും നാരായണഗുരുവും, കേരളോദയ ആൻഡ് എപ്പിക് കാവ്യ ഓഫ് കേരള ഹിസ്റ്ററി, എസ്സേസ് ഓൺ മിത്ത്, ഫിലോസഫി ആൻഡ് കൾച്ചർ, ഋഗ്വേദിക് സൊസൈറ്റി ആൻഡ് കൾച്ചർ സാൻസ്ക്രിറ്റ്, ഖണ്ഡകാവ്യാസ് ഓഫ് കെ ശംഭു ശർമ്മ ഓൺ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ചാർവാക ദർശന, ഇന്ത്യൻ മെറ്റീരിയലിസം തുടങ്ങിയ സ്വതന്ത്രമായ കൃതികളും, സംസ്കൃത പ്രശ്നോത്തരി, മെൽപ്പത്തൂർ നാരായണ ഭട്ടാസ് കോൺട്രിബ്യൂഷൻ ടു സാൻസ്ക്രിറ്റ് പോയറ്റിക്സ് ഇൻ ദ പോസ്റ്റ് മോഡേൺ സെനോറിയോ, ദി റോൾ ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യൻ റിനൈസൻസ്, ശങ്കര ഫിലോസഫി ആൻഡ് റോൾ ഓഫ് റിലീജിയൻ ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി, സാൻസ്ക്രിറ്റ് ആൻഡ് ഇക്കോ ഇസ്തറ്റിക്സ്, പ്രത്യഭിജ്ഞ റിസർച്ച് ജേണൽ, കണ്ടംപററി ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് ഇൻ സാൻസ്ക്രിറ്റ് തുടങ്ങിയ പ്രസാധക സംരംഭങ്ങളും ഉൾപ്പെടെ 50-ലധികം കൃതികളിലൂടെ അഡാട്ടിൻ്റെ ചിന്താലോകം നമുക്ക് മുമ്പിൽ അനാവൃതമാവുകയാണ്. ഓരോ കൃതിയെക്കുറിച്ചും വിശദമായ പഠനത്തിന് ഞാനിവിടെ മുതിരുന്നില്ല. സംസ്കൃതത്തിൻ്റെ വിശിഷ്ടമായ സാഹിതീയ വൈജ്ഞാനിക പാരമ്പര്യത്തെ സമകാലിക ഇന്ത്യൻ അവസ്ഥയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുവാനാണ് അഡാട്ട് മേൽപ്പറഞ്ഞ കൃതികളിലൂടെ പ്രായേണ ശ്രമിച്ചു പോകുന്നത്. ഉപനിഷത്ത് ഒരു പുനർവിചാരം എന്ന കൃതിക്ക് 1994 അബുദാബി ശക്തി അവാർഡ്, ഋഗ്വേദത്തിൻ്റെ ദാർശനിക ഭൂമിക എന്ന കൃതിക്ക് 99 കെ ദാമോദരൻ അവാർഡ്, ഭാരതീയ പൈതൃകം വിശകലനവും വിമർശനവും എന്ന കൃതിക്ക് സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം, വൈദിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്, AT കോവൂർ അവാർഡ് തുടങ്ങിയവ ലഭിച്ചു എന്നുള്ളതും ആനുഷംഗികമായി പറഞ്ഞുകൊള്ളട്ടെ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ ഒരു പൊതുധാര എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ വിപുലമായ രചനാ സമ്പത്തുള്ള സഞ്ചയം തന്നെയുള്ള അഡാട്ട് നമ്മുടെ സമകാലിക രാഷ്ട്രീയവുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. അതേസമയം ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ഇന്ത്യൻ വിജ്ഞാനധാരകളെക്കുറിച്ചും അദ്ദേഹത്തിന് സ്വതന്ത്രമായ ചില വീക്ഷണങ്ങളുണ്ട്. സംസ്കൃത സാഹിത്യ പഠനം എങ്ങനെയാണ് നമ്മുടെ സമകാലിക സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ തത്വശാസ്ത്രം കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുണ്ട്. കെ ദാമോദരൻ്റെയും ദേവിപ്രസാദ് ചതോപാധ്യായുടെയും ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ അറിവിന് ആഴം വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്നത് ആത്മീയതയാണെന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലെയുള്ളവരുടെ വിലയിരുത്തൽ ഭാഗികം മാത്രമാണ് എന്ന ചിന്ത അദ്ദേഹത്തിൽ വളരെ രൂഢമൂലമായിരുന്നു. വിവിധങ്ങളായ ദർശനങ്ങളുടെ അന്തർധാരകളാണ് ഇന്ത്യൻ സംസ്കാരത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നിരന്തരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയും വളരെ പ്രസക്തവും പ്രധാനവുമാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മൂലസ്രോതസ്സായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് വേദമാണ്. എന്നാൽ വൈദിക പാരമ്പര്യം എന്ന നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത് ഈ ചതുർവേദത്തിലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ വേദങ്ങളിലെ ആശയസംഹിതകളല്ല. മറിച്ച്
വേദങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ള ബ്രാഹ്മണങ്ങളിലെയും ഉപനിഷത്തുകളിലെയും ആരണ്യങ്ങളിലെയും ഒക്കെ ആശയങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ചില പ്രത്യേകമായ താല്പര്യത്തോടുകൂടി പ്രക്ഷേപിക്കുന്ന ആശയധാരകളാണ്. വാസ്തവത്തിൽ ഋഗ്വേദകാലത്ത് അല്ലെങ്കിൽ വേദകാലത്ത് സാമൂഹിക ബന്ധങ്ങൾ വളരെ ലളിതമായിരുന്നു. എന്നാൽ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഒക്കെ വന്നതോടുകൂടിയിട്ട് പുതിയ ആശയങ്ങൾ, വർഗപരമായ വിവേചനം എന്ന ആശയത്തിന് മുൻതൂക്കം കൈവന്നു. വാസ്തവത്തിൽ പുരുഷസൂക്തം എന്നത് വർണ്ണാശ്രമധർമ്മത്തെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ എന്ന് തോന്നിയേക്കാം. എന്നാൽ ധർമ്മരാജ അടാട്ടിൻ്റെ അഭിപ്രായമനുസരിച്ച് അത് ഋഗ്വേദത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട, പിൽക്കാലത്ത് തിരുകിക്കയറ്റിയ ഒന്നാണ് എന്നാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തയെക്കുറിച്ചുമൊക്കെ തികഞ്ഞ ആശയവൈശദ്ധ്യത്തോടുകൂടി ചില കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പലതും ശങ്കരാചാര്യരിൽ നിന്ന് കടമെടുത്തതാണ് ശ്രീനാരായണ ഗുരു എന്ന് പലരും പറയാറുണ്ടെങ്കിലും ശങ്കരാചാര്യരുടെ അദ്വൈതം നാരായണ ഗുരുവിൻ്റെ അദ്വൈത ചിന്തയിൽ നിന്നും, നാരായണ ഗുരുവിൻ്റെ അദ്വൈതം ശങ്കരാചാര്യരുടെ അദ്വൈത ചിന്തയിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നാഗാർജുനൻ്റെയും മറ്റും ചിന്തകളിൽ നിന്ന് ആണ് ശങ്കരാചാര്യർ അദ്വൈത ചിന്ത രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുരോഹിത മതം സ്വന്തം ആശയം മുറുകെ പിടിച്ചുകൊണ്ട് നുഴഞ്ഞു കയറിയ കാലഘട്ടമായിരുന്നു അത്. നാരായണ ഗുരു ആശ്രയിച്ചത് ശങ്കരൻ്റെ അദ്വൈതമല്ല. ശങ്കരനെ സംബന്ധിച്ച് പ്രപഞ്ചം എന്ന് പറയുന്നത് മായയാൽ മൂടിയതാണ്, നിർഗുണ പരബ്രഹ്മത്തെയാണ് അദ്ദേഹം കണ്ടത്. മറിച്ച് എല്ലാം ഉള്ളത് തന്നെയാണ് എന്ന ധാരണയാണ് നാരായണ ഗുരുവിൻ്റേത്. ഇങ്ങനെ ശങ്കരാചാര്യരെയും നാരായണ ഗുരുവിനെയും ഒക്കെ വേർതിരിച്ച് വിശദമാക്കുന്നതിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സുപ്രധാനമാണ്. ഇങ്ങനെ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് എഴുതാനും സംസാരിക്കാനും അഭിലഷിക്കുന്ന ഒരു സംസ്കൃത പണ്ഡിതനാണ് ധർമ്മരാജ അടാട്ട്. അദ്ദേഹത്തിൽ നിന്ന് സംസ്കൃത ഭാഷയെയും സാഹിത്യത്തെയും മുൻനിർത്തിയുള്ള നവീനമായ വിചിന്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരീക്ഷക് തമ്പുരാൻ പുരസ്കാര ജേതാവ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് സാറിൻ്റെ ജീവിതത്തെക്കുറിച്ചും സംസ്കൃത സാഹിത്യത്തിനും ഭാഷയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും ആഴത്തിൽ പ്രതിപാദിച്ച ഡോക്ടർ അനിൽ വള്ളത്തോൾ സാറിന് നന്ദി. വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭാ അധ്യക്ഷ ശ്രീമതി രമാ സന്തോഷ് മാഡത്തെ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരീക്ഷക് തമ്പുരാൻ പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ അനൂപ് ജേക്കബ്, ഇവിടെ ഇന്ന് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പുരസ്കാര ജേതാവ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഇവിടെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച മുൻ വൈസ് ചാൻസലർ തുഞ്ചത്തെഴുത്ത് മലയാള സർവകലാശാല തിരൂരിലെ ഡോക്ടർ അനിൽ വള്ളത്തോൾ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഭരണസമിതി അംഗം പൈതൃക പഠന കേന്ദ്രത്തെ ഡോക്ടർ C ബാലൻ, സ്വാഗതം ആശംസിച്ച ഡയറക്ടർ ജനറൽ പൈതൃക പഠന കേന്ദ്രം ഡോക്ടർ MR രാഘവ വാര്യർ, രജിസ്ട്രാർ പൈതൃക പഠന കേന്ദ്രം ശ്രീ KV ശ്രീനാഥ് ഉൾപ്പെടെ ഈ പൈതൃക പഠന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെ, മറ്റ് ജീവനക്കാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്നൊരു ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ്. ഇന്നൊരു അധ്യാപകന് തൻ്റെ ശിഷ്യൻ, അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിക്കൊണ്ട് തന്നെ ഒരു പുരസ്കാര സമർപ്പണം നടത്തുന്നു എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചടങ്ങിൽ കാണുന്നത്. അത് ഏറ്റവും വലിയ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളവും ഗുരുവിനെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു ദിനമായിട്ടാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധ തമ്പുരാൻ
നമുക്കറിയാം കൊച്ചി രാജവംശത്തിലെ അവസാനത്തെ മഹാരാജാവായ പരിശുദ്ധ തമ്പുരാൻ സംസ്കൃത ഭാഷയ്ക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവാർഡ് സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നൽകി വരുന്നത്. അത്തരത്തിൽ ഇത്തവണത്തെ ഈ പുരസ്കാരം ലഭിക്കുന്നത് ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തിക്ക് തന്നെ ആണ് എന്നുള്ള കാര്യം നമുക്ക് നിസ്തർക്കം പറയാം. അത്തരത്തിൽ സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിനും അതുപോലെ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള അഡാട്ട് മാഷ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകളെ കുറിച്ചൊക്കെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തിയ അവാർഡ് ദാന ചടങ്ങിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു പുരസ്കാര ജേതാവിനെ ഈ ഒരു സാംസ്കാരിക പഠന കേന്ദ്രം ഇതിനായി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഈ ദിനത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഇനിയും ഈ സംസ്കൃത ഭാഷയ്ക്കും സാഹിത്യത്തിലേക്കും കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിക്കട്ടെ. കൂടുതൽ മേഖലയ്ക്ക് സംഭാവനകൾ നൽകിക്കൊണ്ട് സംസ്കൃത പഠനത്തിന് ഇനിയും ധാരാളം ഉയർച്ചകൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ഇനി തുടർന്ന് സംസ്കൃത പഠനത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ രചനകളിലൂടെ സംസ്കൃത പഠനത്തിന് കൂടുതൽ പ്രേരണ നൽകുന്ന സംസ്കൃത പഠനത്തിലേക്ക് ഇപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ധാരാളം കുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇതിൽ തൊഴിൽ സാധ്യതകളെ കുറിച്ച് പലരോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിൽ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയം പലരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഇന്നത്തെ ഈ ചടങ്ങായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള അതിയായ സന്തോഷവും ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിൻ്റെ ഇത്രയും അടുത്ത് ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും നേരം അദ്ദേഹത്തോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചു. അതിലുള്ള അതിയായ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം. ആശംസ വാക്കുകൾക്കായി പൈതൃക പഠന കേന്ദ്രം ഭരണസമിതി അംഗം ഡോക്ടർ സി ബാലൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ അവസാനത്തെ മഹാരാജാവായ പരീക്ഷിത് തമ്പുരാൻ്റെ പേരിലുള്ള ഒരു പുരസ്കാര വിതരണമാണിവിടെ നടന്നത്. പുരസ്കാര വിതരണം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ്. പുരസ്കാരം ലഭിച്ചതാകട്ടെ കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ അധ്യാപകനും അതോടൊപ്പം തന്നെ ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ആയിരുന്ന ശ്രീ PK ധർമ്മരാജ് സാറിനാണ്. ഇത് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞാനും അവിടെ ഒരു MPhil വിദ്യാർത്ഥിയായും ഗവേഷണ വിദ്യാർത്ഥിയായും അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള കൂട്ടായ്മകളിൽ ഒന്നിച്ച് നിൽക്കാനും ചില കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നേരത്തെ ഡോക്ടർ അനിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭാരതീയ ദാർശനിക പാരമ്പര്യത്തെ നമ്മുടെ ഇടയിൽ ഏറ്റവും കൃത്യമായ ഒരു ഭൗതികവാദ പരിസരത്തിനകത്ത് നിന്നുകൊണ്ട് വിലയിരുത്തുകയും വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി എഴുത്തിൻ്റെ ഒരു മാർഗം കൃത്യമായിട്ട് ഉപയോഗിച്ച ആളാണ് അദ്ദേഹം. 50ലധികം പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് അത് കഥയോ കവിതയോ നോവലോ അല്ല, അതങ്ങനെ പെട്ടെന്ന് എഴുതാൻ കഴിയുന്ന എന്നർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. വൈജ്ഞാനിക സാഹിത്യമാണ്. നമ്മുടെ പുരാണങ്ങളെ സംബന്ധിച്ച് ഉപനിഷത്തിനെ അടിസ്ഥാനമാക്കി വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ പുസ്തകങ്ങൾ അത്രയും വന്നത് എന്നത് അത്ഭുതകരമായ ഒന്നായിട്ട് എനിക്ക് തോന്നുകയാണ്.
അദ്ദേഹത്തിന് ഇനിയും എഴുതാൻ വേണ്ടി കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. കേരളീയ സമൂഹത്തിന് തൻ്റെ എഴുത്തിലൂടെ നൽകിയിട്ടുള്ള അമൂല്യമായ സംഭാവനകൾക്ക് വ്യത്യസ്ത സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റും അതുപോലെ അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും മറ്റ് സാംസ്കാരിക സംഘടനകളൊക്കെ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ആ ആദരവിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസും ഇത്തരത്തിലുള്ള ഒരു ആദരവ് പുരസ്കാരം ഇവിടെ നൽകിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ മഹാനായ ഒരു വ്യക്തിയുടെ പേരിലുള്ള പുരസ്കാരമാണത്. പരീക്ഷിത് രാജാവിൻ്റെ പേരിലുള്ള പുരസ്കാരം നമ്മൾ നൽകുന്നതാകട്ടെ സംസ്കൃത ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള അമൂല്യമായ സംഭാവനകൾ നൽകുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾക്കാണ് ഈ പുരസ്കാരം നൽകുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പുരസ്കാര സമർപ്പണം നമ്മൾ വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി മാറാതെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസും ഒക്കെ ആലോചിക്കേണ്ടത് സംസ്കൃത സർവകലാശാല സംസ്കൃത സാഹിത്യത്തെ സംസ്കൃതത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കൃത സർവകലാശാല പോലുള്ള സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കുറേയും കൂടി വിപുലമായ രീതിയിൽ ഇത്തരത്തിലുള്ള പുരസ്കാര സമർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന ഒരാശയവും കൂടി നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ധർമ്മരാജ് ആടാട്ടിന് എല്ലാവിധ ആശംസകളും നേരാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി പരീക്ഷിത് തമ്പുരാൻ പുരസ്കാര ജേതാവ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പരീക്ഷിത് തമ്പുരാൻ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തലിലുള്ള അഭിമാനവും സന്തോഷവും ആദ്യമേ രേഖപ്പെടുത്തട്ടെ. അതിന് നിമിത്തമായി തീർന്ന പുരസ്കാര നിർണയ കമ്മിറ്റിയോടുള്ള കടപ്പാടും അതോടൊപ്പം രേഖപ്പെടുത്തുന്നു. പുരസ്കാരം വാങ്ങുന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂടിയായിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനിൽ നിന്നാണെന്നത് ഇരട്ടി മധുരം പ്രദാനം ചെയ്യുന്നുണ്ട്. പരീക്ഷിത് തമ്പുരാൻ പുരസ്കാരത്തിന് അർഹനാകാനുള്ള കനമൊന്നും എനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത് എളിമ കൊണ്ട് പറയുന്നതല്ല. കുലമഹിമയോ കുടുംബമഹിമയോ പാണ്ഡിത്യമഹിമയോ ഒന്നും എനിക്കില്ല. സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി പിറന്ന് വിശപ്പിനോട് ഒരുപാട് മല്ലിട്ട് പഠിച്ചു വന്നവനാണ് ഞാൻ. സംസ്കൃതം പഠിക്കുവാനുള്ള കാരണവും അതുതന്നെയാണ്. എന്നാൽ 1-ാം ക്ലാസ് മുതൽ MA ക്ലാസ് മിക്കവാറും എല്ലാ വർഷവും എൻ്റെ ക്ലാസ്സിലെ 1-ാം സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, പ്രീ ഡിഗ്രി ഒഴിച്ച്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പ്രീ ഡിഗ്രിക്ക് കോളേജിൽ ചേർന്ന് പഠിക്കാൻ സാധിച്ചത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മിഷൻ ആശ്രമത്തിലെ അന്നത്തെ മഠാധിപതിയായിരുന്ന സക്രാനന്ദ സ്വാമികളുടെ സഹായമാണ് കാരണമായി ഭവിച്ചത്. ഡിഗ്രിക്ക് സംസ്കൃതം പഠിക്കാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഫീസ് വേണ്ടിയിരുന്നില്ല. ആദ്യ വർഷം ചേരാനുള്ള സാമ്പത്തിക സഹായം നൽകിയതും സ്വാമിജി തന്നെയാണ്. മാത്രമല്ല, ദിവസവും ബസ് കൂലി ഇനത്തിൽ 40 പൈസ മകന് എങ്ങനെയെങ്കിലും നൽകണം എന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടതും സ്വാമിജിയായിരുന്നു. ദിവസേന ലഭിച്ചിരുന്ന 5 രൂപയോളം വരുന്ന കൂലിയിൽ നിന്നാണ് 40 പൈസ എനിക്ക് വേണ്ടി അച്ഛൻ നീക്കിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുരസ്കാരം സ്വാമിജിയുടെയും അച്ഛൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു.
ഒപ്പം മതപരവും രാഷ്ട്രീയമായും ഉള്ള ശുപാർശകൾ അധ്യാപക തസ്തികയിലേക്കുള്ള മുഖാമുഖത്തിന് വന്ന 59 പേരിൽ 58 പേർക്കുമുണ്ടായിട്ടും ശുപാർശയില്ലാത്തത് അഡീഷണൽ യോഗ്യതയായി സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രഖ്യാപിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്നെ ഒന്നാമതായി തിരഞ്ഞെടുത്ത മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് പ്രിൻസിപ്പാളായിരുന്ന റവറൻഡ് ഫാദർ KC മാത്യു അച്ഛനെയും ഞാൻ ഓർക്കുന്നു. സംസ്കൃത ഭാഷാ പഠനം കൊണ്ട് ലഭിച്ച അറിവ് എന്നാൽ കഴിയുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് വിതരണം ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഈ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയത് അതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയുടെ പൊതുധാരയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സംസ്കൃത ഭാഷ പാഠന പ്രക്രിയ മതനിരപേക്ഷതയിൽ അടിയുറച്ചതാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സമൂഹ മനസ്സിനെ അടിമുടി ഞെരിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ച പരീക്ഷിത് തമ്പുരാനും പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയും മറ്റും തുടങ്ങിവെച്ച പാരമ്പര്യത്തെ നിലനിർത്താനും ശക്തിപ്പെടുത്താനും എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷയെ പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ സംസ്കൃത പാരമ്പര്യത്തിൻ്റെ മഹിമ മതനിരപേക്ഷമായ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് വിനിയോഗിക്കുക ഒരു വെല്ലുവിളി തന്നെയാണ്. ജാതി മത ചിന്തകൾക്കപ്പുറം മനുഷ്യനെ മാത്രമല്ല സകല ചരാചരങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള മാസ്മരിക ശക്തി സംസ്കൃത ഭാഷയ്ക്കും അത് പ്രതിനിധാനം ചെയ്യുന്ന സംസ്കൃതിക്കുമുണ്ട്. മനുഷ്യനെ നിർമ്മിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാനുള്ള ആശയങ്ങളുടെ ദർശനങ്ങളുടെ മഹാവാക്യങ്ങളുടെ കലവറയാണ് സംസ്കൃതത്തിൻ്റെ വൈജ്ഞാനികവും സാഹിത്യപരവുമായ ഈടുവെപ്പുകൾ. മനസ്സറിഞ്ഞ് ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടെ മുങ്ങിത്തപ്പുകയേ വേണ്ടൂ. മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളാൽ ഇന്നിനെ മാറ്റിമറിക്കാനുള്ള ഇന്ധനം വേണ്ടുവോളം അത് നമുക്ക് നൽകുന്നു. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യവും പ്രാർത്ഥനയും. നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ, എന്നെ സംരക്ഷിക്കട്ടെ എന്നല്ല, നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശക്തി സമ്പാദിക്കാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തേജസ് ലഭിക്കുമാറാകട്ടെ. ഒരിക്കലും പരസ്പരം വിദ്വേഷം ഉള്ളവരായി ഭവിക്കരുത്. അടിയിൽ പറഞ്ഞ മാ വിദ്യുഷാവഹൈ എന്നത് വളരെ വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും ഈ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം, മാതൃകാ രാജ്യം അല്ല, ഒരു മാതൃകാ ലോകം തന്നെ സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിൽ സംസ്കൃതത്തിൻ്റെ മഹനീയമായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ. ആ പോരാട്ടത്തിൽ വിനയാന്വിതനായി ഞാനുമുണ്ടാകും. അതിനുള്ള കരുത്ത് ഈ പുരസ്കാരം എനിക്ക് നൽകുന്നു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് മഹാമനീഷിയായ പരീക്ഷിത് തമ്പുരാൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങുന്നു. എന്നെ അതിന് പ്രാപ്തമാക്കിയ ഗുരുപരമ്പരകളോട്, മാതാപിതാക്കളോട്, എന്നോടൊപ്പം നിന്ന സഹധർമ്മിണിയോട്, ഞാൻ ജനിച്ചു വളർന്ന ഈ സമൂഹത്തോട്, എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രദ്ധേയമായ ഈ പ്രോഗ്രാം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഇവിടെ പുരസ്കാര നിർവഹണം നിർവഹിച്ച നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഈ ധന്യമായ പ്രൗഢമായ
ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്ഥലം MLA ശ്രീ അനൂപ് ജേക്കബ്, അതുപോലെ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് ആശംസ നേർന്ന് സംസാരിച്ച തൃപ്പൂണിത്തറ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ്, അതുപോലെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തിയ ഡോക്ടർ അനിൽ വള്ളത്തോൾ, ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായ വിശിഷ്ട വ്യക്തിത്വമായ ശ്രീ ധർമ്മരാജ് അഡാട്ട്, അതുപോലെ പുരസ്കാര സമിതി അംഗമായ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ സാർ ഉൾപ്പെടെ, അതുപോലെ ഇതിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ആദരണീയരായ വ്യക്തിത്വങ്ങൾ, ഇവർക്കെല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഭരണസമിതിയുടെ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഭരണസമിതിയുടെ പേരിൽ ഉള്ള നന്ദി, കൃതജ്ഞതയും എല്ലാം അറിയിക്കുന്നു. വീണ്ടും നമ്മളുമായി സഹകരിക്കണമെന്ന് ഇവിടെ കൂടിയ എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. നന്ദി സാർ. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता